ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ജനശതാബ്ദിയിലെ AC കോച്ചിനുള്ളിലാണ് കുരുവി അകപ്പെട്ടത്. ട്രെയിൻ എടുത്തപ്പോഴാണ് പണി പാളിയ കാര്യം ആളറിഞ്ഞത് തന്നെ. പിന്നാലെ ചിറകടിച്ച് കോച്ചിലൂടെ ചിലച്ചു പാറി നടന്നു. ശബ്ദകോലാഹലങ്ങളും ഫാനും ആളെ അസ്വസ്ഥനാക്കി. ഫാനിലേക്ക് ഇടിച്ചു കയറാതെ ഇരിക്കാൻ സഹയാത്രികരുടെ കരുതൽ. പല സ്റ്റേഷനുകളിൽ വെച്ചും ആളെ പുറത്തേക്ക് പറത്തിവിടാൻ ശ്രമമേറെ നടത്തിയെങ്കിലും രക്ഷ കണ്ടില്ല. പിടികൊടുക്കാതെ പാറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ പോർട്ടർ ശശാങ്കൻ കുരുവിക്കുഞ്ഞിന് രക്ഷകനായി. അങ്ങനെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ ആകാശത്ത് നിന്ന് സംസ്ഥാന തലസ്ഥാനത്തിന്റെ ആകാശത്തേക്ക്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കിപ്പം ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, 1-2 മണിക്കൂറാണ് ഇത്തിരി കുഞ്ഞൻ കുരുവി ട്രെയിനിൽ യാത്ര ചെയ്ത് ഇങ്ങ് എത്തിയത്. പറയൂ വിശേഷങ്ങൾ. ഈ വിപിൻ അയ്യനേത്ത് എന്ന് പറയുന്ന ഒരാൾ ആ സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന ആൾ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പലരെങ്കിലും ചിന്തിക്കും കുരുവിക്ക് അത്ര വലിയ കാര്യമുണ്ടോ, കുരുവിയുടെ ജീവൻ അത്രത്തോളം വലിയ മൂല്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് മൂല്യം എല്ലാ കാര്യങ്ങളിലും ജീവനുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഒരു ആളുകളുടെ ആ ഒരു ചിന്താഗതിയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു കരുതലും ഒക്കെ ആ സമയത്ത് പ്രവർത്തിച്ചത് അങ്ങനെ തന്നെയാണ്. ഒരു സഹയാത്രികനെ എങ്ങനെ കരുതുന്നോ ആ രീതിയിൽ തന്നെ അവർ കരുതി. ആ സമയത്തൊക്കെ തന്നെ കുരുവി എത്രത്തോളം സമയം 5 മണിക്കൂറായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അസ്വസ്ഥതായി. അതുപോലെ തന്നെ അത് പറന്ന് പാറി നടക്കാനൊക്കെ തുടങ്ങി. ഈ സമയത്തൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ആ ട്രെയിൻ ഉള്ളിലുണ്ടായിരുന്ന AC കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ആ സമയത്ത് ഇതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായി. ആ ഒരു ശ്രമങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ആദ്യം പിടിക്കാൻ ശ്രമിച്ചു, മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും അതിനെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് എത്തിക്കാനോ അവർക്ക് സാധിച്ചില്ല. പല സ്റ്റേഷനിൽ വെച്ചിട്ട് ഇതിനെ പുറത്തേക്ക് ഇറക്കി വിടാൻ തക്ക തരത്തിലേക്ക് ട്രെയിനിൻ്റെ ആ ഒരു എന്താ പറയുക ജനലകളൊക്കെ തുറന്നിടാനും ഒക്കെ ശ്രമങ്ങൾ നടത്തി. പക്ഷേ എന്നിട്ടൊന്നും കുരുവി പോയില്ല. പക്ഷെ അവസാനം അങ്ങനെ തിരുവനന്തപുരത്തെത്തി അതിനെ തുറന്നു വിടേണ്ട ഒരു അവസ്ഥ, അതും പോർട്ടർ തന്നെ എത്തിയിട്ടാണ് അതിനെ തുറന്നു വിട്ടെന്നുള്ളത്. അതൊരു കൗതുക കാഴ്ചയ്ക്കപ്പുറത്തേക്ക് ആ ഒരു സഹജീവി സ്നേഹം, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ജീവന് വിലയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും അത് പല കാര്യങ്ങളിലേക്കായിരിക്കും ആ മൂല്യങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് കുരുവിയും യാത്രക്കാർക്ക് ശല്യമൊന്നും ഉണ്ടാക്കാതെ തന്നെയാണ് യാത്ര ചെയ്തതെന്നും പറയാമല്ലേ ഗോകുൽ? തീർച്ചയായിട്ടും കുരുവിയെ കൊണ്ട് മറ്റാർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത എന്തായാലും ഇല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആ ഒരു പെടലാണ്, പെട്ടുപോയ പെടലാണ്. കാരണം 5 മണിക്കൂർ ഒരു എന്താ പറയുക നിസ്സഹായനായി അതിനകത്ത് കിടന്ന് അലയുന്ന ഒരു അവസ്ഥ, അത് ഈ പറയുന്ന പോലെ തന്നെ ബന്ധുരക്കാഞ്ചന കൂടാണെന്ന് നമുക്ക് തോന്നിപ്പോകും പലപ്പോഴും. കാരണം AC കമ്പാർട്ട്മെൻ്റാണ്, പലരും ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും കയറിയിരിക്കുന്ന സമയത്ത് എന്താ പറയുക അത്രത്തോളം പ്രതീക്ഷിച്ചുണ്ടാവില്ല ഇത് പോകുമെന്നും പിന്നെ തൻ്റെ പ്രദേശം അല്ല എന്നും. എന്തായാലും ഇപ്പം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്തി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം 5 മണിക്കൂർ യാത്ര ചെയ്ത് ഇത്രത്തോളം ബുദ്ധിമുട്ടി അങ്ങനെ തിരുവനന്തപുരത്തെത്തി അവസാനം ആളുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. ഏറ്റവും അവസാനം പുറത്തേക്ക് പറത്തിവിടുകയും ചെയ്തു എന്നുള്ളതാണ്. ശരി ഗോകുൽ, എന്തായാലും ഇത്തിരി കുഞ്ഞൻ കുരുവി സഞ്ചരിച്ചത് 5.5 മണിക്കൂറാണ്. കുരുവിയും അതേപോലെ യാത്രക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു കരുതലിന്റെ വാർത്ത തന്നെയാണ് നമ്മൾ കണ്ടത്. ഗോകുൽ പറഞ്ഞത്.